വെൽക്കം ഓൾ. പെട്ടെന്നങ്ങ് തീർത്തല്ലോ. ടീം ആറ്റ് വെൽക്കം ഓൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഇൻട്രൊഡക്ഷൻ പ്രതീക്ഷിച്ചു. അപ്പോൾ അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സും ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും എല്ലാം നമ്മളൊരു വേറെ ഒരു ടോട്ടലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലാകാതെ ഉള്ള ഒരു കൺസെപ്റ്റാണെന്നുള്ള പലരും ഇപ്പം നമ്മുടെ പോസ്റ്റേഴ്സും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. ഇതൊരു ഏത് കൈൻഡ് ഓഫ് ഓഡിയൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് ഈ പടത്തിൻ്റെ. ആക്ച്വലി നമുക്കൊരു കഥ എന്ന് പറയുന്ന ഒരു സാധാരണ കഥയാണ് നമ്മൾ പറയുമ്പോൾ, പക്ഷെ അത് വിഷ്വലി വേറൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ടെക്നിക്കൽ ടീം ഭയങ്കര സ്ട്രോങ് ആണ്. VFX ആണെങ്കിലും VA ആണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പോൾ നമ്മൾ വിഷ്വലി അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനൊരു പടം വന്നിട്ടില്ല. സോ ഡെഫിനറ്റ്ലി എല്ലാവരും പോയി കാണും. ഒരു സോംബി വരും പോലെയാണ്. ആദ്യമായിട്ട് ഒരു ഫെമിലിയർ ഫേസ് അല്ലാത്ത ഒരാൾ പബ്ലിക്കിൻ്റെ ഇടയിൽ കടന്നു വരിക, അല്ലെങ്കിൽ ഒരു എത്ര വെയിറ്റേജ് ഉള്ളൊരു റോള് കിട്ടുക, അത് ചെയ്യുക, അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നേ. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഷാജേട്ടൻ പലപ്പോഴും എന്നോട് ചോദിക്കാം, ഇങ്ങനെ നമുക്കിത് ചില കാര്യങ്ങൾ അതെങ്ങനെ വർക്കാകും അല്ലെ ഇതാകും എന്നുള്ളൊരു ഡൗട്ട് ഇവരുടെ ഒരു കൺസേൺ പറയാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഷാജേട്ടനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഒരുമിച്ച് ഫിലിം കണ്ടു കഴിയുമ്പോൾ ഷാജേട്ടൻ പറഞ്ഞതിൽ ഭയങ്കര ക്ലിയർ ആണ്, അതിനകത്തൊരു ഡൗട്ടും ഇല്ല എന്നുള്ള ഒരു ഇതാണ്. ആകാശമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് വേണമെങ്കിൽ ഞാൻ ഇപ്പം പറയാമെന്ന്. തിയേറ്ററിൽ നമ്മുടെ കൂടെയുള്ളത് ടീം ആറ്റ് വെൽക്കം ഓൾ. എന്താണ് വിശേഷം? പെട്ടെന്നങ്ങ് തീർത്തല്ലോ. ടീം ആറ്റ് വെൽക്കം ഓൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഇൻട്രൊഡക്ഷൻ പ്രതീക്ഷിച്ചു. ലാഭിച്ച്. ഓക്കെ, നല്ല വിശേഷം, സുഖം. അവൾക്ക് ജലദോഷമാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ് അറ്റ്. അപ്പോൾ ഒരു സാധാരണ മലയാള സിനിമ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? അറ്റിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു എന്താണ് ഡാർക്ക് വെബ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. ഡാർക്ക് വെബാണ് ഇതിൻ്റെ സ്റ്റോറി നടക്കുന്ന ഒരു ബാക്ക് ഡ്രോപ്പ്. ഇതിൻ്റെ ഡാർക്ക് വെബാണ്. ഇത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അധികം നമ്മളങ്ങനെ കണ്ട് സുപരിചിതമല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ഓഡിയൻസിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സും ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും എല്ലാം നമ്മളൊരു വേറെ ഒരു ടോട്ടലി കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് മേജർ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. പിന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ ഫിലിമാണ് ആക്ച്വലി. അതിനകത്ത് ഇപ്പം ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോമൺ ഓഡിയന് മനസ്സിലാകാതെ ഉള്ള ഒരു കൺസെപ്റ്റാണെന്നുള്ള പലരും ഇപ്പം നമ്മുടെ പോസ്റ്റേഴ്സും എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. ഇതൊരു ഏത് കൈൻഡ് ഓഫ് ഓഡിയൻസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് ഈ പടത്തിൻ്റെ. അതും ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഡോൺ മാക്സ് എന്ന് പറയുന്നത് ട്രെയിലർ കട്ടുകളുടെ ഒരു രാജാവ് തന്നെയാണ്. എന്താണ് അതിൻ്റെ ഒരു മാജിക്? ട്രെയിലർ കട്ട് നമുക്കിപ്പോൾ ഒരു പടത്തിൻ്റെ നമ്മളിപ്പം തിയേറ്ററിലേക്ക് ഇപ്പം പുള്ളി ചെയ്യുന്നൊരു മെയിൻ കണ്ടൻ്റ് ആണല്ലോ ട്രെയിലർ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ട്രെയിലർ കാണുമ്പോൾ ആ പടത്തിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതെന്താണ് നമുക്ക് എന്തിനാണ് ആ കൈൻഡ് ഓഫ് ഫിലിം കാണണം എന്നുള്ളത് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. അപ്പോൾ ആ കണ്ടൻറ്റ് നമ്മൾ റിവീൽ ചെയ്യുകയും ചെയ്യും. മീൻസ് അതിനകത്തൊരു മേജർ പ്ലോട്ട് അല്ലെങ്കിൽ ഇത് ഓഡിയൻസ് നമുക്കത് തിയേറ്ററിൽ പോയി കാണണം. അതിനകത്ത് തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ ആ എക്സ്പീരിയൻസ് മിസ്സാകുകയും ചെയ്യും. അതാണ് നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പം അതെങ്ങനെ ഏതൊക്കെ പോർഷൻസ് കാണിക്കണം, ഏതൊക്കെ പോർഷൻസ് കാണിക്കണ്ട എന്നുള്ളത് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഫോർമുല ആക്ച്വലി ട്രെയിലറിൻ്റെ. അപ്പോൾ അത് കൂടുതലും എനിക്ക് ട്രെയിലർ വരാറുണ്ട്. അപ്പോൾ അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഷാജു ചേട്ടൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇതേ ട്രെയിലർ കണ്ടപ്പോൾ തോന്നി ചേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച്. ഡിഫറെൻ്റ് എന്നുള്ളതല്ല, ഏറ്റവും നല്ല ക്യാരക്ടർ, കരിയറിൽ ഏറ്റവും നല്ല ക്യാരക്ടറുകളിലൊന്നും തന്നെയായിരിക്കും. ഇതിനകത്തുള്ള ശിവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് ഏജ്ഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ നമുക്ക് എല്ലാ ഷെയ്ഡ്സും ഉള്ള എല്ലാവർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആകാശിനൊക്കെ എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ആകാശിന് ഒന്നുകൂടെ ഒരു പ്ലസും കൂടെ പ്രണയം ഉണ്ടാവും. ബാക്കി ഉള്ള ഏരിയകളിലെല്ലാം നമ്മൾ ഇത് ചെയ്ത് പോകുന്നുണ്ട്. വന്ന ആർട്ടിസ്റ്റുകളൊക്കെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ളൊരു സിനിമയാണ്.
അപ്പോൾ പുതിയ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വരുന്നൊരു സിനിമയാണ്. അവർക്കൊക്കെ അവരുടേതായ ഇൻഡിവിജ്വലായിട്ട് ഓരോ ക്യാരക്ടറിനും ഒരു സിഗ്നേച്ചർ ഉണ്ടാകും. എല്ലാവർക്കും ക്യാരക്ടറുകൾ പേരുകളൊക്കെ ഭയങ്കര രസമാണ്. സിനിമ കാണുമ്പോഴത് ഇതാവണം, നമുക്കൊരു വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ആക്ച്വലി നമുക്കൊരു കഥ എന്ന് പറയുന്ന ഒരു സാധാരണ കഥയാണ് നമ്മൾ പറയുമ്പോൾ, പക്ഷെ അത് വിഷ്വലി വേറൊരു രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ആണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു പ്രധാന വേഷത്തിൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു ഡ്രീമാണ് ഈ സിനിമയുടെ ഒരു റിലീസിങ് എന്ന് പറയുന്നത്. അപ്പം ചേട്ടൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടായിരുന്നോ? ചലഞ്ചസ് അല്ല, ഒരു നമുക്കതിനുള്ള ഫ്രീഡം തരുന്നൊരു സംവിധായകനുണ്ടാകുമ്പോൾ ഒരു ചലഞ്ചിങ് അതല്ല. ചലഞ്ചിങ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇത് തിയേറ്ററിൽ വരുന്ന സമയത്ത് ഓഡിയൻസ് എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മളുടെ ജോലി നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ആസ് എ ഡയറക്ടർ അദ്ദേഹം എടുക്കാവുന്ന രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അത് മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ടിലാണ് ഈ പറയുന്ന ചലഞ്ചും അതിനുള്ള റിസൾട്ടും ഒക്കെ വരുന്നത് പിന്നീടാണ്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ അങ്ങനെ ആക്ടർ ഞാൻ എൻ്റെ ജോലി ചെയ്തു. അപ്പോൾ പക്ഷേ ഇതെനിക്ക് ഇത്രയും ദിവസങ്ങൾ ഇത്രയും ലെങ്തി റോള് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റോളുകളെല്ലാം നമ്മൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു നിശ്ചിത ദിവസങ്ങളോ അങ്ങനെയൊക്കെ ത്രൂ ഔട്ട് പണ്ട് ചെയ്യുമായിരുന്നു. സ്ഥിരം ഹീറോ വേഷങ്ങൾ ചെയ്യുമ്പോൾ 40 ദിവസമോ 30 ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പക്ഷെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഹീറോ എന്നുള്ള രീതിയിൽ നമ്മൾ 4 പേര് ഫ്രണ്ട്സ് നമ്മൾ പോകുന്നു, കാര്യങ്ങൾ അങ്ങനെയൊക്കെയല്ലേ വരുന്നു. ഇതിൽ ഓരോ സീൻസും നമുക്ക് പെർഫോം ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതാണ് ചലഞ്ച് എന്ന് പറയുന്നത്. നമ്മളൊരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതിൽ ഒരു സിനിമ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൽ സ്ക്രിപ്റ്റ് ആവാം, ഡയറക്ഷൻ ആവാം, കോ ആർട്ടിസ്റ്റ് ആവാം. അപ്പോൾ ഈ ഒരു സിനിമയിൽ ആകാശിനെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്താണ്? ഒന്നെന്ന് പറഞ്ഞാൽ ഇതുവരെ സംസാരിക്കാത്ത ഒരു സബ്ജക്റ്റാണ്. ആദ്യത്തെ മലയാളത്തിലെ ഡാർക്ക് വെബ് സിനിമയാണ്. പിന്നെ ഇതിൻ്റെ സീൻ, അതിൻ്റെ മേക്കിംഗ്, ടെക്നിക്കൽ സൈഡ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ എഡിറ്റർ ഡയറക്ടർ ആകുമ്പോഴത്തേക്കുള്ള ഒരു ഇമ്പാക്റ്റ് സിനിമയിലുള്ളത്, അതൊക്കെയാണ് മെയിൻ അട്രാക്ഷൻ. നയനയുടെ ഒരു വ്യൂ പോയിന്റിൽ ഓഡിയൻസ് എന്തുകൊണ്ട് ഈ സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട്? ഇന്ത്യയിലെ ഫേസ്റ്റ് ഡാർക്ക് വെബാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ ടീം ഭയങ്കര സ്ട്രോങ് ആണ്. VFX ആണെങ്കിലും DI ആണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പോൾ നമ്മൾ വിഷ്വലി അത് തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനൊരു പടം വന്നിട്ടില്ല. സോ ഡെഫിനറ്റ്ലി എല്ലാവരും പോയി കാണും. സോ ദിസ് ഇസ് ദ റീസൺ. ആകാശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് തിയേറ്ററിൽ പോയി കാണും. അത് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാമെന്ന്. തിയേറ്ററിൽ ഞാനൊന്നും പറയില്ല, ഞാൻ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി. ആകാശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് എനിക്ക് തിയേറ്ററിൽ പോയി പടം കാണും. പുതുമുഖ നായകൻ എന്നുള്ള നിലയ്ക്ക് ആകാശം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു പോർഷനാണ് നമുക്ക് ഏറ്റവും മറ്റൊരു. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സോംബി വരും പോലെയാണ്. ആദ്യമായിട്ട് ഒരു ഫെമിലിയർ ഫേസ് അല്ലാത്ത ഒരാൾ ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ കടന്നു വരിക, അല്ലെങ്കിൽ ഒരു എത്ര വെയിറ്റേജ് ഉള്ളൊരു റോള് കിട്ടുക, അത് ചെയ്യുക. അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആക്ടിങ് വൈസ് എനിക്ക് ഡോണേട്ടനും ഷാജുവേട്ടൻ്റെ ഒക്കെ ഗൈഡൻസും ഭയങ്കരമായിട്ടുള്ള ഒരു കോർപ്പറേഷനും ഉണ്ടായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഈസിയായി. ഇറ്റ് വാസ് എ ലോങ് പ്രോസസ്, പക്ഷേ വളരെ രസമുണ്ടായിരുന്നു. ആനിമേറ്റർ, എഡിറ്റർ, ഡയറക്ടർ, ആ ഒരു ജേർണി എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയാണ്? ഇത് ഒരു എഡിറ്ററിൻ്റെ ഫിലിം തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു പാറ്റേൺ, ഇതിൻ്റെ എഡിറ്റിംഗ്, ഇത് കുറച്ച് ഇത് എഡിറ്റിലാണ് ഇതിൻ്റെ സ്റ്റോറി ടെല്ലിങ്. ഇതിൻ്റെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് മാറി വരുന്ന അങ്ങനത്തെ ഒരു നോൺ ലീനിയർ സ്ട്രക്ചറിലാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പം ഇത് നമുക്ക് ഓഡിയൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണം. നമുക്കൊരു സാധാ ഒരു ഓഡിയൻ കണ്ടാലും ഇത് മനസ്സിലാകണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഷാജേട്ടൻ പലപ്പോഴും എന്നോട് ചോദിക്കാം, ഇങ്ങനെ നമുക്കിത് ചില കാര്യങ്ങൾ അതെങ്ങനെ വർക്കാകും അല്ല ഇതാകും എന്നുള്ളൊരു ഡൗട്ട്, ഇവരുടെ ഒരു കൺസേൺ പറയാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഷാജേട്ടനെ ഞങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഒരുമിച്ച് ഫിലിം കണ്ടു കഴിയുമ്പോൾ ഷാജേട്ടൻ പറഞ്ഞതിൽ ഭയങ്കര ക്ലിയറാണ്, അതിനകത്തൊരു ഡൗട്ടും ഇല്ല എന്നുള്ള ഒരു ഇത് തോന്നുന്നു. അപ്പം റൈറ്ററും എഡിറ്ററും ഡയറക്ടറും ഒരാളായതുകൊണ്ട് ഈ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റി. ചില ഡയലോഗ്സൊക്കെ നമുക്കിപ്പം വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്യാം. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിനകത്ത് വേണമെങ്കിൽ അതൊരു ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ആസ് എ റൈറ്റർ
ഡയറക്ടർ, എഡിറ്റർ എന്നുള്ള ഒരു കാറ്റഗറിക്കകത്ത് ഇത് മൂന്നും കൂടെ മിക്സ് ആയപ്പോൾ നമുക്കത് ഗുണം ചെയ്തു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ എഡിറ്ററിൽ നിന്നും ഡയറക്ടറിലേക്ക് വന്നപ്പോഴത്തേക്കും കിട്ടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ് ആക്ച്വലി നമ്മളിപ്പോൾ അതെ ഏത് ഫിലിം മേക്കറാണെങ്കിലും എഡിറ്റിംഗ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം അതിനകത്ത് അയാളൊരു പ്രൊഫഷണൽ എഡിറ്റർ ആകണമെന്നില്ല. എഡിറ്റിംഗ് സെൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഷോട്ട് എത്ര വേണം, അല്ലെങ്കിൽ എങ്ങനെ അത് എഡിറ്റ് ചെയ്താൽ അതിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ തന്നെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു കോഴ്സ് ആക്ച്വലി ഒരു ഫിലിം മേക്കർ ഒരു എഡിറ്റിംഗ് കോഴ്സ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് കുറച്ചുകൂടെ ആഡ് ഓൺ ചെയ്യും, നമുക്ക് നമ്മുടെ ആ ഒരു ഡയറക്ഷൻ സ്കില്ലിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യും ഭയങ്കരമായിട്ട്. ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു മാജിക് തന്നെയാണ്. അപ്പോൾ ഇതിലെ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒത്തിരി ടൈം എടുത്തോ? എഴുതുമ്പോൾ തന്നെ ഷാജു ചേട്ടനാണ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പം ഇതൊരു സിനിമ എന്ന് പറയുന്നത് തന്നെ ഒരു മാജിക്കാണ്. അപ്പം നമുക്കതിനകത്ത് അങ്ങനെ ഒരു കാസ്റ്റിംഗ് ആലോചിക്കുന്നു, അല്ലെ ഇത് നമ്മളുടെ ഒരു എന്താ പറയുന്ന നമ്മൾ ഒരു വിഷനിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണല്ലോ നമ്മൾ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ചിലപ്പം പാളിപ്പോകാം, ചില ക്യാരക്ടേഴ്സ് ചിലപ്പം അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്കാകില്ല. അപ്പോൾ അതിന് ഒരു ടൈം എടുക്കും തീർച്ചയായിട്ടും. ഒരു നല്ല കാസ്റ്റിങ്ങിലേക്ക് എത്താനും അല്ല ഇങ്ങനെ ഒരു ലുക്ക് ആൻഡ് ഫീലിലേക്ക് എത്താനായിട്ടും ടൈം എടുക്കും. ഷാജറിനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡാണ്. അതുപോലെ ആകാശ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് സോണിലുള്ള ആൾക്കാരാണ്. അപ്പം ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻസാണ് ഒരുപാട് മൂവിയിലുള്ളത്. ഇത് എങ്ങനെ നമുക്ക് ക്ലബ് ചെയ്യാന്നുള്ളത് ഒരു ചലഞ്ചായിരുന്നു. കാരണം ഷാജൻ ഇപ്പം എന്താ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളും മീൻസ് ഇത് നമുക്ക് പൊസിഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ആകാശ് നേരെ തിരിച്ചാണ്. കാരണം ആകാശ് ഫസ്റ്റ് ഫിലിമാണ്, എങ്കിലും ആകാശിന് അത് ഈക്വലി ബാലൻസ് ചെയ്തു. അത് വലിയൊരു പ്ലസ്സാണ്. കാരണം ഞാൻ ആക്ച്വലി ഈ കാസ്റ്റിങ്ങിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ കാസ്റ്റിംഗ് മാത്രമല്ല, ഈ മൂവിലെ എല്ലാവരെയും കാസ്റ്റ് ചെയ്ത എല്ലാവരിലും ഭയങ്കര ഹാപ്പിയാണ്. ആദ്യത്തെ സിനിമ തന്നെ ഇങ്ങനെയൊരു നല്ലൊരു സബ്ജക്റ്റാണ് കിട്ടിയത്, എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഞാനെന്താ പറയാ, ഓക്കെ. ഇതിന്റെ VFX സൈഡിനെ കുറിച്ച് VFX ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫിലിമാണിത്. VFX രണ്ട് കൈൻഡ് ഓഫ് VFX ഉണ്ടല്ലോ നമുക്കിപ്പോൾ. അത് ഇതിനകത്തൊരു ജനറേറ്റ് ചെയ്യുന്ന ഒരു VFX, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ബാഹുബലി പോലത്തെ ഒരു ഫിലിമിൻ്റെ അങ്ങനത്തെ ഒരു അതൊരു കൈൻഡ് ഓഫ് VFX. ഇത് ഈ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന വേറെ ഒരു മോഷൻ ഗ്രാഫിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള VFX ആണ്. അപ്പോൾ അതിനകത്ത് മോഷൻ ഗ്രാഫിക്സിനകത്ത് നമ്മളിങ്ങനെ ഈ ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു നമ്മൾ ഇത് കൺവിൻസിങ് ആക്കണം ഓഡിയൻസിനെ. ഇത് ഒരു ഹാക്ക് ചെയ്യുന്ന സീക്വൻസുകൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ആ വെബ്സൈറ്റിൽ വരുന്ന ബാനറുകൾ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് പ്രൊഡക്റ്റാണ് ഇത് സെല് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് ഓർഗനൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വർക്കാകുന്നത്, ഇതെല്ലാം നമ്മൾ VFX വഴിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു സാധനം ഒരിക്കലും ഒരു സംഭവം പ്രൊജക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കണ്ടൻറ്റുകളെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രാഫിക്സിൻ്റെ വലിയൊരു ടാസ്ക്കായിരുന്നു. ഒരു VFX ചെയ്തിരിക്കുന്ന ഐഡൻ ലാബ്സ് ആണ്. അവർ നമുക്ക് ഭയങ്കര സിനിമകൾ തമിഴിലൊക്കെ ഏറ്റവും വലിയ സിനിമകൾ ചെയ്യുന്നത്. ഇപ്പം അവർ റീസെൻ്റ് ആയിട്ട് വന്ന കൂലി, അതൊക്കെ അവർ ചെയ്ത ലിയോ എല്ലാം അങ്ങനെ ഒരു ടീമായിരുന്നു നമുക്ക് സപ്പോർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ ഇത് 3 വർഷമായി നമ്മൾ മൂവി ഫിനിഷ് ആയിട്ട്, 3ാമത്തെ വർഷമാണ് നമ്മൾ റിലീസിലേക്ക് ഒരുങ്ങുന്നു. അപ്പം അതുവരെ ഇതിന് ഒരു എന്താ പറയുക, നമുക്ക് ഓരോ ദിവസവും ടെക്നോളജി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ വിഷ്വൽ പാറ്റേൺ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ആൾക്കാരുടെ ചോയ്സ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മാച്ച് ആകുന്ന രീതിയിൽ അന്നെടുത്ത മൂവി നമുക്കിപ്പോഴും റിലീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴും. സ്റ്റിൽ അതുണ്ട്, നമുക്കതൊരു ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിനകത്ത്. കാരണം ആ ഒരു അതിൻ്റെ സ്റ്റൈലിങ് അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മൂവിയിൽ. ഞാൻ ഡോണ വിളിക്കുകയാണ്, ഞങ്ങൾ പരിചയമില്ല. അങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. ഡോൺ മാക്സ് വിളിക്കും. അപ്പോൾ അദ്ദേഹം വിളിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യമായിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വിളിച്ച് പറയുന്നു. അപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എന്നെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരിട്ട് കണ്ട് സംസാരിച്ച് അന്ന് തുടങ്ങിയ ആ കഥ പറഞ്ഞ് നറേറ്റ് ചെയ്ത് അന്ന് തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ ഈ സിനിമയുടെ പുറകിലാണ്. 7 വർഷങ്ങൾ കഴിയുമ്പോഴും ഇന്നും ഈ സമയവും
ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം നിൽക്കും. 3 വർഷം എടുത്തു. 3 വർഷം എടുത്ത് ആക്ച്വലി ഈ പറയുന്ന രീതിയിൽ നമുക്കെല്ലാം കംപ്ലീറ്റ് ഒരു പൂർത്തിയായതിന് ശേഷവും ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പോൾ നമ്മൾ ഒരു നല്ല റിലീസിന് വേണ്ടി അല്ലെങ്കിൽ നല്ലൊരു കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ഫണ്ടും എല്ലാം സെറ്റ് ആവണമല്ലോ. അതിനുവേണ്ടി നമ്മളൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തും ആക്ച്വലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസം അപ്ഡേഷൻ നടക്കുമ്പോഴും നമുക്കത് 2 വർഷം കഴിഞ്ഞു അല്ലെങ്കിൽ 3ാമത്തെ വർഷമാണെന്നൊന്നും നമുക്കറിയുന്നില്ല. നമുക്ക് എന്നും ഫ്രഷാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന ട്രെയിലറും ഈ വരുന്ന പോസ്റ്റേഴ്സും കണ്ടു കഴിഞ്ഞാലും സിനിമ കണ്ടാലും നമുക്കൊരിക്കലും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത് പറയുന്നത്. ഈ ഒരു 3 വർഷം കഴിഞ്ഞ് നിൽക്കുകയാണ്, റിലീസ് ആവാൻ പോവുകയാണ്. സാറിന് ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? ഓഡിയൻസിനോട് പറയാനുള്ളത് ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. ഇതിൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇതിനകത്ത് സൗണ്ട് ഡിസൈൻ, ഇതിൻ്റെ VFX ഇതെല്ലാം നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റേണ്ട ഒരു ഇതാണ്. ഇതിൻ്റെ മ്യൂസിക് സൈഡ് ആണെങ്കിലും ഇതിൻ്റെ സോങ്സ് ഇതെല്ലാം. അപ്പം ഇത് തിയേറ്ററിൽ തന്നെ മാക്സിമം വന്ന് കണ്ട് ഇത് ചെയ്യണം. പിന്നെ ഇതിനകത്തൊരു ന്യൂ കമർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ കാസ്റ്റ് നോക്കാതെ ഈ ഫിലിം നിങ്ങൾക്ക് വന്ന് കണ്ടാൽ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. കാരണം അതിനകത്ത് ഒരു കൊമേഴ്ഷ്യൽ ഫിലിമിനുള്ള എല്ലാ എലമെൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്ന് കാണാം. ഇങ്ങനെ വന്ന് ധൈര്യമായിട്ട് കാണാമെന്നല്ല, നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനത്തെ നമ്മൾ ഇതിലൊരു 40 പേരോളം പുതിയ ആക്ടേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പുതിയ അപ്കമ്മിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ നയന, ശരൺജിത്ത്, സഞ്ജന, അങ്ങനെ ഒരു വലിയൊരു സ്ട്രോങ് യങ് ബ്ലഡിൻ്റെ ഒരു ഇതുണ്ട്, ഒരു കാസ്റ്റിംഗ് തന്നെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാം മാക്സിമം. അപ്പം ഇത് അങ്ങനെ ആകുമ്പോൾ ഇങ്ങനത്തെ ഫിലിംസ് ഇനിയും ഒരുപാട് സംഭവിക്കും. കാരണം അപ്കമ്മിങ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സും യങ് ഫിലിം മേക്കേഴ്സിനൊക്കെ വേറെ തോട്ടുകളും ഇങ്ങനത്തെ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ടുള്ളൊരു സമയം ഇത് കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. അത് ഈ സിനിമയിലൂടെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുന്ന എനിക്ക് എന്താണ് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മൂവി കാണുക. അതുപോലെ നിങ്ങൾ അത് പറഞ്ഞല്ലോ, വേറെ പറ. പടം കാണുക, വിജയിപ്പിക്കുക. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. അപ്പം കാണുക, മറ്റുള്ളവരോട് പറയുക, അവരെയും കൂട്ടിയിട്ട് പോവുക, തിയേറ്ററിൽ പോയി കാണുക. റിലീസ് ഡേറ്റ് Feb 30. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു.